എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പെൺകുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമൊക്കെ വേണ്ടിവരുന്ന വലിയൊരു തുക സ്വരൂപിക്കുന്നതിന് മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. 50 ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ്. സുകന്യ സമൃദ്ധി യോജന പദ്ധതിയിലൂടെ 2025 മാർച്ച് മാസം മുതലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അതിനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പൊതുമേഖലാ ബാങ്കുകളിലും ലഭ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിക്ഷേപ സംരക്ഷണമുള്ള പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായിട്ടുള്ള രക്ഷകർത്താക്കൾക്കോ നാഷണലൈസ്ഡ് ബാങ്കുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലും സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഒരു കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഒരേ മാതാപിതാക്കളുടെ പരമാവധി 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുന്നത്. കുറഞ്ഞത് 250 രൂപയാണ് സുകന്യ സമൃദ്ധി യോജന തുടങ്ങുവാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. 250 രൂപയിൽ കൂടുതലായിട്ട് അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ മിനിമം 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപ വരെയുമാണ് സുകന്യ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുക. കൃത്യമായ ദിവസത്തിലോ മാസത്തിലോ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല. വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ നിങ്ങൾക്ക് തുക നിക്ഷേപിക്കാവുന്നതാണ്. എന്നാൽ മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കേണ്ടതാണ്. അക്കൗണ്ട് ആരംഭിച്ച തീയതി മുതൽ 15 വർഷം വരെയാണ് പദ്ധതിയുടെ നിക്ഷേപ കാലയളവ്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിന് പെൺകുട്ടികൾ പ്രായമാകുമ്പോഴും തുക സ്വരൂപിക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി തുടങ്ങിയത്. ദേശീയ ചെറുകിട സമ്പാദ്യ പദ്ധതിക്ക് കീഴിൽ തുറക്കുന്ന അക്കൗണ്ടുകളുടെ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ സുകന്യ പ്രതി യോജനയിലും മാറ്റമുണ്ടാകാറുണ്ട്. അതായത് പുതിയ മാറ്റമനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് അവരുടെ നിയമപരമായിട്ടുള്ള രക്ഷകർത്താവല്ല തുറക്കുന്നതെങ്കിൽ അത് അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷകർത്താക്കൾക്കോ കൈമാറേണ്ടതാണ്. ഇത് ചെയ്തില്ല എങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഈ പുതിയ നിയമം 2024 ഒക്ടോബർ മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. സുകന്യ സമൃദ്ധി യോജനയുടെ നിക്ഷേപങ്ങൾക്ക് 2025 മാർച്ച് മുതൽ 82% പലിശ നിരക്ക്. അക്കൗണ്ട് തുടങ്ങി 21 വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു ലഭിക്കുന്നതാണ്. തൊട്ടു മുന്നിലുള്ള സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിൻ്റെ 50% വരെയുള്ള തുക കുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ പഠനാവശ്യങ്ങൾക്കായോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കായോ പിൻവലിക്കാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹാനന്തരം സാധാരണ രീതിയിലുള്ള കാലാവധി എത്തുന്നതിന് മുൻപേ ആ തുക മുഴുവനായിട്ടും പിൻവലിക്കാവുന്നതാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യങ്ങൾ ഒരാൾക്ക് ലഭിക്കുന്നതാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പദ്ധതിയിൽ 2-ൽ കൂടുതൽ പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ തുടർന്ന് രണ്ടാമത് ജനിക്കുന്നതും ഇരട്ട പെൺകുട്ടികളാണെങ്കിലും ഈ 3 പേരുടെ പേരിലും സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാറിൻ്റെ കോപ്പി എന്നിവയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാൻ വേണ്ട ആവശ്യമായിട്ട് വരുന്ന രേഖകൾ. ഇതോടൊപ്പം തന്നെ വർഷത്തിൽ 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ പാൻ നമ്പരും നൽകേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിമാസം 10,000 രൂപ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപം 1,20,000 രൂപയായിരിക്കും. 15 വർഷം നിങ്ങൾ ആ പണം നിക്ഷേപിച്ചാൽ ഈ കാലയളവിൽ 18 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 15 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് പലിശയായി 37,84,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ആകെ തുക എന്ന് പറയുന്നത് 55,84,000 രൂപയായിരിക്കും. ഇനി നിങ്ങൾക്ക് വർഷം 80,000 രൂപയാണ് അടയ്ക്കുന്നത് എങ്കിൽ 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് മൊത്തം അടയ്ക്കുന്ന തുക 12 ലക്ഷം രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോഴത്തെ പലിശ നിരക്കായിട്ടുള്ള 82% വെച്ച് കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പദ്ധതി പൂർത്തിയാകുമ്പോൾ തിരിച്ചു ലഭിക്കുന്നത് 36,93,000
94,708 രൂപയാണ്. അതായത് നിങ്ങൾക്ക് അടച്ച തുകയേക്കാൾ നിങ്ങൾക്ക് 24,94,708 രൂപയുടെ ലാഭമാണ് ഈ പദ്ധതി മുഖേന നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇത് പെൺമക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായോ അല്ലെങ്കിൽ വിവാഹത്തിനായോ നിങ്ങൾക്ക് ഏറെ സഹായിക്കുന്നതാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ സുകന്യ സമൃദ്ധി യോജന ഉൾപ്പെടെയുള്ള ലഘു സമ്പാദ്യ പദ്ധതിയുടെ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതാണ്. 15 വർഷ കാലയളവിലേക്ക് നിങ്ങൾക്കൊരു തുക നിക്ഷേപിക്കുകയാണെങ്കിൽ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കും വിവാഹ ചെലവുകൾക്കും നല്ലൊരു തുക തിരിച്ചു ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന തുകയ്ക്ക് പൂർണ്ണ നികുതി ഇളവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. നമുക്ക് തുടർന്നും ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായിട്ടുള്ള വിവരങ്ങളും ആനുകാലികപരമായിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.